ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെക്കുറിച്ച് വ്യാജ പ്രചരണം. യൂട്യൂബ് ചാനലിനും ഫേസ്ബുക്ക് പേജിനുമെതിരെ പരാതി നൽകി അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ. അർജുന്റെ മകന്റെ പിറന്നാൾ വീട്ടിൽ ആഘോഷിച്ചു എന്ന തരത്തിലായിരുന്നു പ്രചാരണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഇത്തരം ഒരു പ്രചരണം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നടന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അർജുൻ. അർജുൻ മലയാളികളുടെ ഒരു വേദനയായി മാറിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അർജുനെ കാണാതായതിനു ശേഷം മലയാളികളെല്ലാം അർജുനെ തിരികെ കിട്ടാൻ ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണ്. അർജുനെ ജീവനോടെ തന്നെ കണ്ടെത്തി തരണേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. മറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ആർക്കും കഴിയുന്നില്ല. അത്തരത്തിലുള്ള കമൻറ്റുകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മലയാളി ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും ചേർന്ന് അർജുൻ്റെ കുടുംബത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത്. അതിന് അവർ ഉപയോഗിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18 അർജുൻ്റെ വീട്ടിലുള്ള മറ്റൊരു കുട്ടിയുടെ പിറന്നാൾ ഫോട്ടോകളാണ്. വീട്ടിൽ വെച്ച് ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷം നടന്നിരുന്നു. അന്ന് അർജുന് അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല. ശിരൂരിലെ അപകടം നടന്നത് അതും കഴിഞ്ഞ് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്. ജൂലൈ 16 ശിരൂരിലുള്ള മണ്ണിടിച്ചിലിൽ അപകടമുണ്ടാകുന്നത്. ആ മണ്ണിടിച്ചിലിൽ അപകടത്തിലാണ് അർജുനെ കാണാതാവുന്നത്. പക്ഷേ അതിനും എത്രയോ മുൻപുള്ള ഫെബ്രുവരി 18 വീട്ടിൽ നടന്ന ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ ഫോട്ടോ വെച്ച് ഈ യൂട്യൂബ് ചാനൽ ചെയ്തത് എന്ന് പറയുന്നത് അർജുൻ വീട്ടിലില്ലാത്ത കോഴിക്കോട് വീട്ടിലെ പിറന്നാൾ ആഘോഷം എന്ന ശീർഷകത്തിൽ അവർ വ്യാജ പ്രചരണമാണ് നടത്തിയത്. അത് നിരവധി പേർ കാണുകയും നിരവധി പേർ അതിനടിയിൽ യൂട്യൂബ് ചാനലിൻ്റെ പോസ്റ്റിനടിയിലും ഫേസ്ബുക്ക് പേജിൻ്റെ പോസ്റ്റിനടിയിലും വന്ന് അർജുൻ്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു രീതിയുണ്ടായി. മലയാളി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെയും ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജിൻ്റെയും ഈ പോസ്റ്റിനടിയിൽ വന്ന് ഈ കുടുംബത്തെ വേട്ടയാടുന്ന തരത്തിൽ ഹീനമായ രീതിയിൽ തന്നെ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തി. മകനെ നഷ്ടപ്പെട്ട, ഭർത്താവിനെ നഷ്ടപ്പെട്ട, സഹോദരനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന, അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയൊരു വേദനയുണ്ടാക്കി. ഈ ഒരു വിഷയത്തിൽ മനംതൊന്നാണ്, സഹികെട്ടാണ് അർജുൻ്റെ കുടുംബം കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ചേവായൂർ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് ചാനലിനെതിരെയും ഫേസ്ബുക്ക് പേജിനെതിരെയും ഇപ്പോൾ ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു കുടുംബത്തെ ഒന്നാകെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന കുടുംബത്തെ പഴയ ചിത്രം വെച്ച് വേട്ടയാടുന്ന രീതിയിലുള്ള ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഇരു വിഭാഗത്തിനെതിരെയും, അതായത് ഈ യൂട്യൂബ് ചാനലിനെതിരെയും ഫേസ്ബുക്ക് പേജിനെതിരെയും ചേവായൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.